ഇന്ന് പുൽവാമ ആക്രമണ ദിനം. 2019 ഫെബ്രുവരി 14 ഇന്ത്യയുടെ ചരിത്രത്തിൽ വേദനയും ഐക്യവും ഒരുമിച്ച് ഓർമ്മിപ്പിക്കുന്ന ദിനം. ജമ്മുകശ്മീരിലെ പുൽവാമ ജില്ലയിൽ നടന്ന ഭീകരാക്രമണം രാജ്യത്തെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തി. ആ ദിവസം സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ജവാന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനവ്യൂഹത്തിനിടയിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഭീകരർ ഇടിച്ചു കയറ്റി. ഈ ആക്രമണത്തിൽ 40 സൈനികർ വീരമൃത്യു വരിച്ചു. രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഈ സംഭവത്തിൽ ദുഃഖവും അതേസമയം ദേശസ്നേഹവും പ്രകടിപ്പിച്ചു. ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ജയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയായിരുന്നു. സംഭവത്തിന് പിന്നാലെ സുരക്ഷാ നടപടികൾ ശക്തമാക്കുകയും രാജ്യത്ത് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ കർശനമാക്കുകയും ചെയ്തു. ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച 6 ഭീകരരെ സൈന്യം വധിക്കുകയും 7 പേരെ പിടികൂടുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം ഭാരതം മുഴുവൻ ഒരുമിച്ചു നിന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബങ്ങൾക്ക് രാജ്യവ്യാപകമായി പിന്തുണ പ്രഖ്യാപിച്ചു. ഭീകരാക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചനയ്ക്ക് ബാലക്കോട്ടിൽ ബോംബ് വർഷം നടത്തി ഭാരതം മറുപടി നൽകി. 2019 ഫെബ്രുവരി 27 പാക് അധിനിവേശ കശ്മീരിലെ ജയ്ഷെ മുഹമ്മദ് ഭീകര ക്യാമ്പുകൾക്ക് മുകളിൽ ഭാരതത്തിന്റെ മിറാഷ് 2000 വിമാനങ്ങൾ ബോംബുകൾ വർഷിച്ച് ആ പ്രദേശത്തെ ചാമ്പലാക്കി. ആക്രമണത്തിൽ 350-ലധികം ജയ്ഷെ മുഹമ്മദ് ഭീകരർ കൊല്ലപ്പെട്ടു. രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയവർ ഒരിക്കലും വിസ്മരിക്കപ്പെടില്ല എന്ന സന്ദേശം ഈ ദിനം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. പുൽവാമ ആക്രമണം ഭാരതത്തിനൊരു വലിയ നഷ്ടമായിരുന്നെങ്കിലും അത് രാജ്യത്തിൻ്റെ ഐക്യവും ദേശസ്നേഹവും ലോകത്തിന് മുന്നിൽ തെളിയിച്ചു. നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന സൈനികരുടെ ജീവത്യാഗത്തെ നമ്മൾ എന്നും ആദരിക്കുകയും ഓർക്കുകയും വേണം. പുൽവാമ ആക്രമണ ദിനം നമ്മെ പഠിപ്പിക്കുന്നത് ഒരേയൊരു പാഠമാണ്: ഐക്യത്തോടെ നിൽക്കുമ്പോൾ ഒരു രാഷ്ട്രം കൂടുതൽ ശക്തമാകുന്നു. വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരവോടെ ശതകോടി പ്രണാമം. ബിഗ് സല്യൂട്ട്.